അപ്പോൾ നമ്മൾ അടുത്തൊരു യാത്രയായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു 158 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കൊച്ചിക്ക്. അപ്പോൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ബെസ്റ്റ് ബഡീനെ കൂട്ടി പോകണമെന്നല്ലേ. അപ്പോൾ അങ്ങനെ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബെസ്റ്റ് ബഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് തന്നെയാണ്, അല്ലെ നമ്മുടെ ആ ഒരു വണ്ടി തന്നെയാണ്. കാരണം നമ്മൾ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് പുള്ളി കൂടെ തന്നെ വരും, ഒരു കുഴപ്പമില്ല. ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈവേ ഒക്കെ ആക്കി നല്ല രസമോ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ആയിട്ട് കൊള്ളാം, എന്തായാലും അടിപൊളി. അതുപോലെ ഈ ട്രക്കിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 1 lakh അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ സംഭവം. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഓൾറെഡി. പിന്നെ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അതൊന്ന് വാഷിന് കയറ്റിയതാണ്. അപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ബൈക്കൊക്കെ വാഷ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു വർക്കും കാര്യങ്ങളും ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയുള്ള റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സിൽ തന്നെ അതും ഒന്ന് ചെയ്തു. പിന്നെ അവൻ്റെ വണ്ടിയും ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ ഹാൻഡിൽ ബാർ മാറ്റി. പുള്ളീൻ്റെ ഒരു ഹിമാലയനാണ്. അപ്പോൾ എന്തായാലും നല്ല സ്ട്രൈറ്റ് ഹാൻഡിൽ ബാറാണ്, അടിപൊളി ഓടിക്കാനൊക്കെ ആയിട്ട്. ഇതാണ് അവൻ്റെ ഒരു ഔട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ജസ്റ്റ് ചുമ്മാ ഒരു റൈഡ് പോയതാണ്, ഒന്ന് റിഫ്രഷൊക്കെ ആവാനൊക്കെ ആയിട്ട്. ഇടയ്ക്ക് നമുക്കൊരു ബ്രേക്കൊക്കെ നല്ലതല്ലേ, ഒരു പോക്ക് അങ്ങനെയൊക്കെ പോയി. നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവ് ഇവിടെയൊക്കെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ടുണ്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാനതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഈ ഹൈവേ ആയതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്, നമുക്ക് ഇവിടെ എത്തുന്നിടം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പൊളിയാണ്. നമ്മളിങ്ങനെ ഒറ്റയടിക്ക് പോയിട്ട് ഒറ്റയടിക്ക് വരുന്നവർ വരും. നമ്മളിങ്ങനെ റൈഡൊക്കെ എൻജോയ് ചെയ്ത് മെല്ലെ സാവധാനം പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഒരു റൈഡിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് 1 മാസമോ 2 മാസമോ കിട്ടും. അതൊരു സൈക്കോളജിയാണത്. ഹാൻഡിൽ ബാർ കയറ്റിയത് കൊണ്ട് ഓടിക്കാൻ നല്ല സുഖമുണ്ട് വണ്ടി. എൻ്റെ വണ്ടി സ്റ്റാൻഡേർഡാണ്, എന്നാലും നല്ല കംഫർട്ട് ഓടിക്കാനായിട്ട്.